പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഇനി വീണ്ടും വീണ്ടും ചോദിച്ചു മേടിച്ച് കഴിക്കാൻ പോകുന്ന ഒരു കിടു ഐറ്റം. ഒരു വലിയ പാവയ്ക്ക എടുത്ത് ക്ലീനാക്കി കനം കുറച്ച് സ്ലൈസ് ചെയ്ത് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി തിരുമ്മി അടച്ച് മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് പാനിൽ 4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഈ ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ മീഡിയം വലിപ്പമുള്ള ഒരു സവോള വളരെ നൈസായി സ്ലൈസ് ചെയ്ത് ചേർത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കി നമുക്കൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. ഈ ഒരു കളർ ആയതിനു ശേഷം സവോള എണ്ണയിൽ നിന്നും വറുത്ത് കോരി മാറ്റാം. ശേഷം നേരത്തെ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും തിരുമ്മി വെച്ചിരുന്ന പാവയ്ക്ക നന്നായി മുറുകെ പിഴിഞ്ഞ് അതിലെ വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം പാനിലെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. പാവയ്ക്കയിലെ വെള്ളമെല്ലാം വലിഞ്ഞൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നേരത്തെ വറുത്ത് കോരി മാറ്റിയ സവോളയും 1 പിടി കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതായത് നേരത്തെ നമ്മൾ പാവയ്ക്ക ഉപ്പും മഞ്ഞളും തിരുമ്മി വെച്ചതുകൊണ്ട് തന്നെ അതിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരിക്കും. അത് നോക്കി വേണം നമ്മൾ ഉപ്പിടാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി മൊരിയിച്ചൊരു പാത്രത്തിൽ ഇട്ടാൽ ഈ ഒരു സൗണ്ട് കേൾക്കണം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പാവയ്ക്ക പൊരിയൽ റെഡി ആയിട്ടുണ്ട്. ഒരു ഭരണിയിലിട്ട് അടച്ചു വെച്ചാൽ 1 മാസത്തോളം കേടുവരാതിരിക്കും. ചോറിൻ്റെ കൂടെയും ചുമ്മാ കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.